ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോപ്പ് ടൈംസ്. എത്ര ദിവസമായില്ലേ ഒരു വ്ളോഗായിട്ട് വന്നിട്ട്? ഇപ്പം നമ്മൾ ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കുറച്ച് നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് ഇത്. ചേട്ടൻ്റെ കസിൻ്റെ കല്യാണത്തിന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. ചരക്ക് എടുക്കാൻ വേണ്ടി പോയി എന്ന് പറയും. അപ്പോൾ അങ്ങനെ രാവിലെ എല്ലാം റെഡിയായി ഇവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു. ഞാൻ മാത്രമേ ഇവിടുന്ന് പോകുന്നുള്ളൂ. അങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തർ അങ്ങനെ എല്ലാവരും കൂടി പോകുന്ന കേട്ടോ. അപ്പം ഇന്നിവിടെ ഗോതമ്പ് ദോശയായിരുന്നു രാവിലെ. പിന്നെ ഉച്ചയ്ക്ക് അവർക്ക് ചോറിന് ഉണക്കമീൻ, തക്കാളി, ഉണക്ക ചെമ്മീനില്ലേ, തക്കാളിയും കൂടി ഇട്ട് കറി വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്ക് പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചോറ്, പയർ തോരൻ, അങ്ങനെ എല്ലാം ആക്കി. ലച്ചുട്ടി വീഡിയോ എടുത്തപ്പം കുടിക്കാനുള്ള വെള്ളത്തിനും കൂടി വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ രാവിലെ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിള്ളേരും ചേട്ടയും വീട്ടിലുണ്ട്, ഞാൻ പോന്നു. അപ്പം അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി. നമ്മൾ കണ്ണൂരാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ണൂരെത്താൻ നമുക്കൊരു 1.5 മണിക്കൂർ മതി കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ വന്നത് ഫാമിലി വെഡ്ഡിങ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കേട്ടോ. നല്ല അടിപൊളി ഗംഭീരമാണ് ഷോപ്പ് കാണാൻ. അങ്ങനെ ഒരു പാലസ് ലുക്കൊക്കെയാണ് കേട്ടോ ഷോപ്പ് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കൂടുതലും ഇവിടെ വെഡ്ഡിങ് കളക്ഷൻസ് ആണ്. ഫാമിലി വെഡ്ഡിങ് എന്നല്ലേ പേരല്ലേ. അപ്പം അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ലോ കോസ്റ്റ് തൊട്ട് ഹൈ കോസ്റ്റ് വരെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് സെലക്ട് ചെയ്ത് നോക്കിയെടുക്കാൻ ആൾക്കാർ വേണം, അറിയുന്നവർ വേണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കസ്റ്റമർ സർവീസ് ഒന്നും കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ ഓരോ സാരിയൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെ കുറേ ഗൗണും ഷറാറ, ഷർവാണിയും അങ്ങനെ കുറേ നല്ല എന്താ പറയുക പാർട്ടി വെയേഴ്സൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറേ ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തുണി സെലക്ട് ചെയ്യുന്നതിനും കൂടുതൽ നമ്മൾ ഓരോ സാധനം കണ്ട് നടക്കും കേട്ടോ. പെണ്ണുങ്ങളല്ലേ. അപ്പം നമ്മൾ മന്ത്രകോടി ചെറുക്കൻ്റെ വീട്ടുകാരാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം നമ്മൾ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള സാരിയാണ്. റിസപ്ഷന് സാരി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഗൗൺ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, സാരി എടുക്കാം. ഇച്ചിരി വർക്കൊക്കെ ഉള്ള നല്ല അടിപൊളി പാർട്ടി വെയർ ആയിട്ടുള്ള സാരികൾ നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് എല്ലാവരും കൂടി സെലക്ട് ചെയ്ത് അതിങ്ങനെ ഇട്ട് നോക്കി നല്ലത് ഏതാണെന്നൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളങ്ങനെ ഒക്കെയാണ് കേട്ടോ നോക്കുന്നത്. അപ്പം അങ്ങനെ ഇവിടെ കസിൻ ഓരോ സാരിയൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്, വെയർ ചെയ്യുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, ഏതാണ് ഫോട്ടോയിൽ ലുക്കുള്ളത്, പിന്നെ കംഫർട്ടബിൾ ഏതാ, അങ്ങനെയൊക്കെ നോക്കി കുറേ സാരി ഞങ്ങൾ സെലക്ട് ചെയ്തു കേട്ടോ. പിന്നെ ഒരു കാര്യം, തുണി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ 10,000 പേരെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒരിക്കലും തുണിയെടുക്കൽ നടക്കില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും പല ഇഷ്ടങ്ങളായിരിക്കും. പിന്നെ നമ്മൾ പെണ്ണുങ്ങളല്ലേ, എല്ലാവരും കൂടി ഷോപ്പെല്ലാം കണ്ട പല കാര്യങ്ങളും നോക്കി അതിലേ പോകും. പിന്നെ ഒരു 2 പിള്ളേരും കൂടി ഉണ്ടെങ്കിൽ ഗംഭീരമായി, ഒന്നും നടക്കില്ല. അതായിരുന്നു കേട്ടോ ഞങ്ങൾ പോയെന്ന് സംഭവിച്ചത്. ഞങ്ങൾ എന്നിട്ട് എന്തായാലും ഷോപ്പിംഗ് ഒന്നും നടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കോഫി കിട്ടി കേട്ടോ. ഫാമിലി വെഡ്ഡിങ് ഷോപ്പിൽ നല്ല സെറ്റപ്പായിരുന്നു. അവരെന്തായാലും നമ്മൾ നോക്കി മടുത്ത് ടയേർഡായെന്ന് തിരിഞ്ഞു തോന്നുന്നു. അവർ ഞങ്ങളെ ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾക്ക് കോഫി തന്നു കേട്ടോ. അവിടെ നല്ല കസ്റ്റമേഴ്സിനൊക്കെ അവരങ്ങനെ എന്തായാലും കസ്റ്റമർ സർവീസ് സൂപ്പറാണ്. അപ്പോൾ നമ്മളവിടെ പോയി കോഫിയൊക്കെ കുടിച്ചു, ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. പിന്നെ ഹൽദി ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു. ഹൽദി ഡ്രസ്സ് നോക്കുമ്പം നമ്മൾ ആഗ്രഹിച്ച ഡിസൈനിലൊക്കെ വേറെ കളറ് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടി. പക്ഷേ ഹൽദിക്ക് മഞ്ഞ വേണമല്ലോ. അപ്പം അങ്ങനെ മഞ്ഞ കുറേ തപ്പി. അങ്ങനെ ഒരു വിധത്തിൽ കിട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തെ അതിന് ലെങ്ത് കൂടുതൽ, അല്ലെങ്കിൽ ഒന്ന് നെക്ക് വൈഡായിരിക്കും, അല്ലെങ്കിൽ സ്ലീവ് ഇല്ല, ചിലപ്പോൾ സ്ലീവ് കുറഞ്ഞത്, അങ്ങനെ പല പ്രശ്നങ്ങൾ. പിന്നെ അത് നമ്മൾ ഹൽദി ഡ്രസ്സ് എടുക്കുന്നത് സ്റ്റോപ്പാക്കി കേട്ടോ. അത് നമുക്ക് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാം എന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ വന്നുകൊണ്ട് അത് നിർത്തി. അപ്പം അങ്ങനെ ഞങ്ങൾ താഴേക്ക് വന്നു. ഈ ഷോപ്പിൽ പിന്നെ എല്ലാം ഒരു കാര്യത്തിന് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാ സംഭവം അതിൻ്റെ ഉള്ളിൽ കിട്ടും കേട്ടോ. പിന്നെ ചെരുപ്പ് തൊട്ട് ഫുൾ നമുക്കൊരു പാർട്ടിക്ക് വേണ്ട എന്തൊക്കെ വേണം, എന്തെല്ലാം ഒരാൾക്ക് ആവശ്യമുണ്ട്, അതെല്ലാ സംഭവങ്ങളും കിട്ടും. അപ്പം ഞങ്ങൾ താഴെ വന്നപ്പോഴത്തേക്ക് ഫാൻസിയൊക്കെ കണ്ടു. പിന്നെ കുറേ ഇയറിങ്സൊക്കെ കണ്ട ഞാനൊന്നും നോക്കാതെ പോരില്ല. കുറേ നല്ല ഹെവി ആയിട്ടുള്ള വെയിറ്റുള്ള കുറേ ഇയറിങ്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ കൊതി കേട്ടോ. പിന്നെ ഞാൻ വലിയ കാര്യമായിട്ടൊന്നും വാങ്ങാൻ നിന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെവി ഇങ്ങനത്തെ ഇയറിങ്സൊക്കെ ഇട്ടിട്ട് നല്ലോണം തൂങ്ങിയിട്ടുള്ള കേട്ടോ. പക്ഷേ കല്യാണത്തിനൊന്നും ഒഴിവാക്കില്ല, കല്യാണങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇടാറുള്ളൂ. അങ്ങനെ ഇയറിങ്സൊക്കെ കണ്ടു. പിന്നെ കല്യാണത്തിന് എടുക്കുന്ന ഡ്രസ്സിനനുസരിച്ച് പിന്നെ നമ്മൾക്ക് അതിന് വേണ്ടത് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എത്ര കാലം തൂങ്ങിയാലും നമ്മൾ ഫങ്ഷൻസ് ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുകയല്ല കേട്ടോ. ഹെവി ആയിട്ടുള്ളത് എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ കമ്മലിനേക്കാൾ കൂടുതലിഷ്ടം ജിംകാസൊക്കെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയ ഹോട്ടലിലാണെങ്കിൽ ലൈവായിട്ട് നല്ല ക്രാബും ഫിഷൊക്കെ നമ്മൾ പറയുമ്പോൾ അവരെടുത്ത് പൊരിച്ച് അങ്ങനെയൊക്കെ തരും കേട്ടോ. അപ്പം ഞങ്ങളിവിടെ വന്നിട്ട് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഫുഡാണ് കഴിച്ചത്. ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. നമ്മളെവിടെ ചെന്നാലും അങ്ങനെ എന്താ പറയുക നോക്കി അവസാനം ബിരിയാണിയിലെത്തും.
അതാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്. ബിരിയാണി കഴിച്ച് വീണ്ടും നമ്മൾ പഴയ സ്ഥലത്തേക്ക് തിരിച്ചെത്തി. നമ്മുടെ ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് വന്നു കേട്ടോ. നമ്മുടെ ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. കുറേ പേർക്ക് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്, കുട്ടികൾക്കും വലിയവർക്കും പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ, അങ്ങനെ കുറേ പേർക്ക് എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം കുറേ നേരമായി കഴിഞ്ഞപ്പോഴത്തേ എല്ലാവരും മടുത്തു കേട്ടോ. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ കസിൻസിൻ്റെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ പിള്ളേരാണ്. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ അവരെ കൊണ്ട് വഴക്കൊന്നുമില്ല. പിന്നെ എൻ്റെ പിള്ളേരാണെങ്കിലും വീട്ടിലല്ലേ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സച്ചൂടും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അമ്മ എത്താറായോ എന്ന്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ശരിക്കും എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഐഡിയയ്ക്ക് നമുക്ക് ഷോപ്പിങ്ങൊക്കെ ചെയ്യണമെങ്കിൽ സമാധാനമായിട്ട് കുറച്ച് പേര് പോയിട്ട് വേണം കേട്ടോ സെലക്ട് ചെയ്യാനും ഷോപ്പ് ചെയ്യാനൊക്കെ. നമ്മുടെ കോസ്റ്റിനൊക്കെ അനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചൊക്കെ എടുക്കാമല്ലോ. അപ്പം അങ്ങനെ. അപ്പോൾ എന്തായാലും ഫുഡടി എന്തായാലും സമയത്ത് കൃത്യമായിട്ട് നടന്നു. ഷോപ്പിംഗ് വലിയ കാര്യമായിട്ട് നടന്നില്ല. പിന്നെ കുറേ സാരിക്ക് വാരിയിട്ട് ലാസ്റ്റ് പോരും ചെയ്ത് കേട്ടോ. പക്ഷേ നമുക്ക് റിസപ്ഷന് പറ്റിയ സാരി നമ്മളെടുത്തു. അത് ഞാനിപ്പം ഏതാണെന്ന് കാണിക്കുന്നില്ല, നമുക്ക് കല്യാണത്തിന് വീഡിയോ ഇടുമ്പോൾ കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് പിള്ളേർക്ക് ചിക്കൻ ബിരിയാണിയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് സച്ചൂടിന് സന്തോഷമായി കേട്ടോ. അപ്പം ഞാൻ ചരക്കെടുക്കാൻ പോയ വകയിൽ എനിക്ക് കിട്ടിയ സാരിയാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അടുത്ത വീഡിയോ